1,400,000 വരുന്ന പ്രവാചകന്മാരിവിടെ വന്നു. ഇവരാണല്ലോ അള്ളാഹിന്റെ സൃഷ്ടികൾ അള്ളാഹുമായി ഏറ്റവും അടുത്തവർ. അങ്ങനെയുള്ള അമ്പിയാ മുർസലുകൾക്ക് ഈ ലോകത്ത് എന്നും ജീവിക്കാൻ കഴിഞ്ഞില്ല. അവർ എന്നേക്കുമായി ഈ ലോകത്തോട് യാത്രയിൽ പിരിഞ്ഞവരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമാവുന്ന ലക്ഷക്കണക്കിൽ ആളുകൾ വന്നെങ്കിലും അവർക്കും നിലനിൽപ്പുണ്ടായി. വിജ്ഞാനത്തിന്റെ സമുദ്രങ്ങളായ മഹാപണ്ഡിതന്മാർ വന്നു, അവർക്കും നിലനിൽപ്പുണ്ടായി. ഈ ലോകം മുഴുവനും അടക്കി ഭരിച്ച ഭരണാധികാരികൾ വന്നു, അവർക്കും നിലനിൽപ്പുണ്ടായി. അവരെല്ലാവരും ഈ ലോകത്തോട് എന്നേക്കുമായി യാത്രയിൽ പിരിഞ്ഞവർ. ഈ നിലയ്ക്ക് ഇവിടെ കാണുന്ന ചെറിയവരും വലിയവരുമാകുന്ന സ്ത്രീകളും പുരുഷന്മാരുമാകുന്ന മുഴുവൻ ആളുകളും മരിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ റഹ്മാനായ റബ്ബ് നമ്മൾക്ക് തന്ന അൽപായുസ് പടച്ചവൻ ചെയ്ത ഏറ്റവും വലിയ നിയമത്തായി കണക്കാക്കി ഉള്ള കാലം നല്ലത് കഴിയും. പടച്ചവന്റെ പൊരുത്തത്തിൽ ജീവിച്ച് പടച്ചവന്റെ പൊരുത്തത്തിലായി മരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളായി. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് ഞാനും നിങ്ങളിവിടെ എന്നല്ലാതെ ഇവിടെ സുഖിക്കലോ സമ്പാദിക്കലോ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അദ്ദുന്യാ മസറത്തുൽ ആഖിറ, ദുന്യാവ് ആഖിറത്തിന്റെ കൃഷിക്കാരൻ. മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നവന്റെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ കൃഷി ചെയ്യാനാണ്. അതിനുള്ള സ്ഥലം ഈ ദുന്യാവാണ്. അൽ കയ്യിസു മന്ദാന നഫ്സഹു അമിലിമാ ബഅദൽ മൗത്ത്, വിശേഷ ബുദ്ധിയും തന്റെയുമുള്ളവൻ അവന്റെ ശരീരത്തെ പടച്ചവന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുത്തുകയും മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനുമാണ് വിശേഷ ബുദ്ധിയും തന്റെയുമുള്ളവനെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു. ബഹുമാനികളെ, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്നൊരാൾക്കും തന്നെ ഉറപ്പിക്കാൻ പറ്റുകയില്ല. അള്ളാഹു പറഞ്ഞു, മനുഷ്യ, നീ എന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്, നീ ഉറപ്പിക്കേണ്ട ഏതുവരെ സിറാത്ത് പാലം വിട്ടുകടന്ന് സ്വർഗത്തിൽ എന്റെ 2 കാല് കാണുന്നത്. സ്വർഗത്തിൽ കടന്നല്ലാതെ സമാധാനിക്കാൻ പറ്റുകയില്ല എന്ന് നമ്മുടെ റബ്ബ് നമ്മളെ അറിയിക്കുക. ബഹുമാനികളെ, ഈ ലോകം കണ്ട മഹാന്മാരാരും തന്നെ ഇവിടെ സമാധാനിച്ചിട്ടില്ല. എല്ലാവരും ബേജാറിലും സങ്കടത്തിലുമായിരുന്നു. പടച്ചവനെ, എന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്റെ സ്വർഗത്തിൽ കടക്കാൻ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ബേജാറായി. നിങ്ങൾ ഓർക്കണേ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? ഈ ലോകം കണ്ട ഏറ്റവും വലിയതായ മഹാനില്ലേ? ആ മഹാനെ പറ്റി അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, എന്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളുടെ ഈമാൻ മീസാനിന്റെ ഒരു തട്ടിലും അബൂബക്കറിന്റെ ഒറ്റയ്ക്ക് ഈമാൻ മറ്റേ തട്ടിലും വെച്ച് തൂക്കിയാൽ അബൂബക്കർ സിദ്ദീഖിന്റെ ഒറ്റയ്ക്ക് ഈമാൻ മുൻതൂക്കമാകുമെന്ന് അള്ളാഹിന്റെ റസൂല് നമ്മളെ അറിയിച്ചിരിക്കാം. ഈ സമുദായം എത്ര നല്ല സമുദായം! 1,24,000 എന്ന സ്വഹാബിമാർ കഴിഞ്ഞുപോയ സമുദായം, വിജ്ഞാനത്തിന്റെ സമുദ്രങ്ങളായ മഹാപണ്ഡിതന്മാർ കഴിഞ്ഞുപോയ സമുദായം, അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമാകുന്ന ലക്ഷക്കണക്കിൽ ആളുകളുടേതായ സമുദായം. ഈ സമുദായത്തിലെ മുഴുവൻ ആളുകൾ ഈമാൻ മീസാന്റെ ഒരു തട്ടിൽ വെക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒറ്റക്കൽ ഈമാൻ മറ്റേ തട്ടിലും വെച്ച് തൂക്കിയാൽ അബൂബക്കർ സിദ്ദീഖിന്റെ ഒറ്റക്കൽ ഈമാൻ മുൻതൂക്കമാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ അറിയിച്ചിരിക്കുക. അപ്പൊ ആ മഹാൻ അള്ളാഹിന്റെ അടുക്കലുള്ള പദവി എത്ര അറിയിച്ചു. അങ്ങനത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് സമാധാനത്തോടുകൂടി ജീവിച്ചിട്ടില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് നിലവിളിച്ച് കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകിയതായി കൺതടത്തിൽ കറുത്ത 2 വരവുണ്ടായിരുന്നു പറയപ്പെടുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പടച്ചവനെ പേടിച്ച് കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയതായി കൺതടത്തിൽ കറുത്ത 2 വരവുണ്ടായിരുന്നു. എത്ര കാരണങ്ങളായിരിക്കും. ഇതായിരുന്നു മുൻകഴിഞ്ഞു പോയ മഹാന്മാരെ എല്ലാവരുടെയും അവസ്ഥ. അവിടെ ഈ സമാധാനത്തോടുകൂടെ ജീവിച്ചിട്ടില്ല. പടച്ചവനെ, നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്റെ സ്വർഗത്തിൽ കടക്കാൻ എന്ത് ചെയ്യും തമ്പുരാനെ എന്നുള്ള ബേജാറിലും സങ്കടത്തിലും വ്യസനത്തിലും ആയതുകൊണ്ട് പൊന്നും സഹോദരന്മാരെ, നമ്മൾക്ക് എല്ലാവർക്കും എന്ത് വേണം? അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാണ്. ഇതിന് എന്താ നമ്മൾ ചെയ്യേണ്ട പണികൾ പലതുണ്ട്.
അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്തൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറായി. പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായ കാര്യം അള്ളാഹുവിന്റെ ദീനിന്റെ ഹിദ്മത്ത്. ഇതിനു വേണ്ടി റഹ്മാനായ റബ്ബ് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ മൂത്ത് ബഹുമാനപ്പെട്ട ആദ്യ നബി അലൈഹിസ്സലാമിന്റെ കാര്യം മുതൽക്ക് മുസ്തഫായ നബിന്റെ ഇടയിലായി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ഇവിടെ വന്നു. ഇവര് എന്തിനു വന്നവരാ? അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ, മനുഷ്യ സമുദായത്തെ നന്നാക്കി അള്ളാഹുവിനെ